Hi all, welcome to Steadicom MLT Academy. Kerala PSC Lab Technician എക്സാമിന്റെ 75 ഡേയ്സ് ചലഞ്ചിലെ ഡേ 10 ആണെന്ന് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഹെമറ്റോളജി ആണ്. ഹെമറ്റോളജിയിലെ ബ്ലഡ് കോയാഗുലേഷൻ ആൻഡ് ഹീമോസ്റ്റാസിസ് എന്നുള്ള ഏരിയ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ഈ ഒരു ഏരിയ എന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കൂടുതലായിട്ട് കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ലാബ് ടെക്നീഷ്യൻ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ കിൻഡിൽ അത് ഇ ബുക്ക് ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്രിന്റബിൾ ബുക്ക് അല്ല, ഇ ബുക്ക് ആയിട്ട് ആ കിൻഡിൽ ആപ്പ് വഴിയാണ് അത് റീഡ് ചെയ്യാൻ പറ്റുക. അത് നമുക്ക് സബ്ജക്ട് വൈസ് നമ്മളത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ക്വിക്ക് റിവ്യൂന്, നമുക്കിനി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അധികം ടൈം ഇല്ല അല്ലെ, അപ്പൊ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു ക്വിക്ക് റിവ്യൂന് യൂസ്ഫുൾ ആവുന്നതാണ്. ജസ്റ്റ് 99 റുപ്പീസിന് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം, വേണ്ടവർക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് പോവാം. The coagulation factor not involved in intrinsic pathway of blood coagulation. Option A factor 9, option B factor 7, option C factor 8, option D factor 12. അതായത് ഇൻട്രിൻസിക് പാത്വേയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കോയാഗുലേഷൻ ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചത്. കറക്റ്റ് ആൻസർ ഫാക്ടർ 7 ആണ്. ബാക്കി എല്ലാ കോയാഗുലേഷൻ ഫാക്ടറും, ഫാക്ടർ 9 ആയിക്കോട്ടെ, അതുപോലെ 8 ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, എല്ലാം ഇൻട്രിൻസിക് പാത്വേയിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ കോയാഗുലേഷൻ ഫാക്ടർ ഏതൊക്കെയാണ്, എന്താണ് ഇൻട്രിൻസിക് പാത്വേ, എന്താണ് എക്സ്ട്രിൻസിക് പാത്വേ എന്നൊക്കെ പഠിക്കണം അല്ലെ. അതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് തുടങ്ങാം. അതായത് നമുക്ക് നമ്മളുടെ സിലബസ് എന്ന് പറയുന്നത് ഹീമോസ്റ്റാസിസ് ആൻഡ് കോയാഗുലേഷൻ എന്നുള്ളതായിരുന്നു അല്ലെ. ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എവിടെയെങ്കിലും ഒരു കട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് എന്തായാലും ബ്ലഡ് അല്ലെങ്കിൽ ബ്ലീഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നതിനെയാണ്, അല്ലെങ്കിൽ സിസേഷൻ ഓഫ് ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു കട്ട് ഉണ്ടാവുന്ന സമയത്ത്, ബോഡിയിൽ എവിടെയെങ്കിലും ഒരു കട്ട് ഉണ്ടാവുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യൽ ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയാം. പ്രൈമറി ഹീമോസ്റ്റാസിസിൽ എന്താ നടക്കുന്നത് വെച്ചാൽ ദ ഫോർമേഷൻ ഓഫ് ഇനീഷ്യൽ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് അറ്റ് ദ സൈറ്റ് ഓഫ് വാസ്കുലർ ഇഞ്ചറി. എവിടെയാണോ ബ്ലഡ് വെസൽസിന്റെ ഇഞ്ചുറി സംഭവിച്ചത് അവിടെ എന്ത് ഫോം ചെയ്യാണ്, പ്ലേറ്റ്ലെറ്റിന്റെ പ്ലഗ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇനീഷ്യൽ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ നേരെ പ്ലേറ്റ്ലെറ്റ് വന്ന് അവിടെ അഗ്രിഗേറ്റ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സ്റ്റേജ് ബൈ സ്റ്റേജ് നടക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം നമ്മൾ ബ്ലഡ് പാസ് ചെയ്യുന്നത് നമ്മളെ എൻഡോത്തീലിയത്തിലൂടെയാണ്, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് വെസൽസിന്റെ ഉള്ളിലുള്ള ലൈനിങ് എന്ന് പറയുന്നത് എൻഡോത്തീലിയമാണ്. സോ ഈ ഒരു എൻഡോത്തീലിയത്തിൽ കട്ട് വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും ഡാമേജ് വരിക എന്ന് പറയുന്ന സമയത്ത് ഈ എൻഡോത്തീലിയത്തിന്റെ അടിയിൽ വരുന്നത് സബ് എൻഡോത്തീലിയൽ ആയിട്ട് സെൽസ് ആണ്. അതായത് ബ്ലഡ് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ഈ എൻഡോത്തീലിയത്തിലാണെങ്കിൽ അതിന്റെ താഴെയുള്ള ലെയർ ആണ് സബ് എൻഡോത്തീലിയം എന്ന് പറയുന്നത്, സബ് എൻഡോത്തീലിയൽ കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ എൻഡോത്തീലിയത്തിൽ എന്തെങ്കിലും ഡാമേജ് വരുന്ന സമയത്ത് നമുക്കറിയാം ഈ സബ് എൻഡോത്തീലിയം എന്താവും, എക്സ്പോസ്ഡ് ആവും. എൻഡോത്തീലിയത്തിലൂടെയാണ് ബ്ലഡ് പാസ് ചെയ്യുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും ഡാമേജ് വരുന്ന സമയത്ത് ഈ സബ് എൻഡോത്തീലിയം എന്താവും, എക്സ്പോസ്ഡ് ആവും. സോ ആ ഒരു സമയത്ത് നമ്മൾ എൻഡോത്തീലിയത്തിന് വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ, ഈ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ റിലീസ് ചെയ്യും. അത് ആരുമായിട്ട് ബൈൻഡ് ചെയ്യും, ദാറ്റ് ബൈൻഡ് കൊളാജൻ, അതായത് സബ് എൻഡോത്തീലിയത്തിലുള്ള കൊളാജനും അതേപോലെ തന്നെ ഒരു സൈഡ് അതിന്റെ പ്ലേറ്റ്ലെറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും. പ്ലേറ്റ്ലെറ്റിലെ സത്യത്തിൽ 2 റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഒരു റിസപ്റ്റർ ആണ് ഗ്ലൈക്കോപ്രോട്ടീൻ 9 റിസപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ഇഞ്ചുറി വരുന്ന സമയത്ത് ഈ സബ് എൻഡോത്തീലിയം എക്സ്പോസ്ഡ് ആവും. ഈ സബ് എൻഡോത്തീലിയത്തിന്റെ മുകളിൽ എന്തുണ്ടെന്നാ പറഞ്ഞത്, കൊളാജൻ ഉണ്ട്, കൊളാജൻ. ഓക്കെ, സോ അവിടേക്ക് ആരാണ് വരുന്നത്, യെസ്, ഇവിടെ വന്ന്
പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ് ആയി പ്ലേറ്റ്ലെറ്റ് വരണം. അതിന് വേണ്ടിയിട്ട് എൻഡോത്തീലിയത്തിൽ നിന്ന് വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ റിലീസ് ചെയ്യും. ഈ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ, അതായത് ഈ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മളെ പ്ലേറ്റ്ലെറ്റ്, അതായത് ഇവിടെ പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഈ പ്ലേറ്റ്ലെറ്റ് വോൺ വില്ലിബ്രാൻഡ് ഹെൽപ്പോട് കൂടിയിട്ട് ഈ കൊളാജനുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഈ പ്ലേറ്റ്ലെറ്റിന്റെ ഏത് റിസപ്റ്ററിൽ പോയിട്ടാണ് ഈ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ അറ്റാച്ച് ചെയ്യുന്നത്? യെസ്, ഗ്ലൈക്കോപ്രോട്ടീൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലൈക്കോപ്രോട്ടീൻസ് 1B9 റിസപ്റ്റേഴ്സിലേക്കാണ് ഇത് പോയി അറ്റാച്ച് ചെയ്യുന്നത്. ഗ്ലൈക്കോപ്രോട്ടീൻ 1B9 റിസപ്റ്റേഴ്സിലേക്കാണ്. കാരണം ഈ റിസപ്റ്റർ പ്ലേറ്റ്ലെറ്റിന്റെ അഡ്ഹഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതൊന്ന് പഠിച്ചു വെക്കണം. ഈ റിസപ്റ്റർ പ്ലേറ്റ്ലെറ്റിന്റെ അഡ്ഹഷന് വേണ്ടി, കാരണം പ്ലേറ്റ്ലെറ്റ് വന്ന് കൊളാജനിലേക്ക് അല്ലെങ്കിൽ സബ് എൻഡോത്തീലിയത്തിലേക്ക് വന്ന് അഡ്ഹർ ചെയ്യണം അല്ലെ. ഇവിടെയാണ് നമുക്ക് ഇഞ്ചുറി സംഭവിച്ചത്. സോ അവിടെ അഡ്ഹർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? VWF. ഈ VWF പ്ലേറ്റ്ലെറ്റിലേക്കും നമുക്ക് വേണമെങ്കിൽ പറയാം ഈ കൊളാജനെയും പ്ലേറ്റ്ലെറ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ VWF ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ എവിടെയെങ്കിലും ഇഞ്ചുറി വരുന്ന സമയത്ത് ഈ സബ് എൻഡോത്തീലിയത്തിലെ ഡാമേജ് വരും, ഈ സബ് എൻഡോത്തീലിയത്തിലെ കൊളാജൻ എക്സ്പോസ്ഡ് ആവും. സോ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ റിലീസ് ചെയ്യും. ഈ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ ഈ കൊളാജനെയും പ്ലേറ്റ്ലെറ്റിനെ കൊളാജനിലേക്ക് വന്ന് അഡ്ഹർ ചെയ്യിപ്പിക്കും. എങ്ങോട്ടാണ്? പ്ലേറ്റ്ലെറ്റിന്റെ ഏത് റിസപ്റ്ററിലേക്കാണ് ബൈൻഡ് ചെയ്യുന്നത്? 1B9 റിസപ്റ്ററിലേക്ക് പോയി ബൈൻഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഇതിനു ശേഷം പ്ലേറ്റ്ലെറ്റ് വന്ന് അഡ്ഹർ ചെയ്തു അല്ലെ, നമ്മൾ കൊളാജനിൽ വന്ന് അഡ്ഹർ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പ്ലേറ്റ്ലെറ്റ് അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. കാരണം ഡിസ്ക് ഷേപ്പ് ഉള്ള പ്ലേറ്റ്ലെറ്റ്സ് അത് സ്ഫിയർ ഷേപ്പിലേക്ക് മാറും, കുറച്ചുകൂടി സ്ഫിയർ ഷേപ്പിലേക്ക് മാറും. എന്നിട്ട് കുറച്ച് ഗ്രാനുലാർ കണ്ടന്റ് അല്ലെങ്കിൽ ഗ്രാനുൾസ് കണ്ടന്റ് ആയിട്ടുള്ള സെറോട്ടോണിൻ, ADP, ത്രോംബോക്സിൻ A2 പോലെയുള്ളത് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. സോ പ്ലേറ്റ്ലെറ്റ് അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ട് ഇതേപോലെയുള്ള സെറോട്ടോണിനും ത്രോംബോക്സിൻ A2 ഒക്കെ റിലീസ് ചെയ്യും. സോ അവര് എന്താ ചെയ്യുക? അവര് നമ്മളെ അഗ്രിഗേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ് ചെയ്യും വയ ഗ്ലൈക്കോപ്രോട്ടീൻ 2B3A റിസപ്റ്റർ ബൈൻഡിങ് ഫൈബ്രിനോജൻ. സോ ഇവിടേക്ക് വന്നിട്ട് ഇതിന്റെ കുറേ പ്ലേറ്റ്ലെറ്റ്സ് വന്നിട്ട് കൂടി അഗ്രിഗേറ്റ് ചെയ്യണം. പ്ലേറ്റ്ലെറ്റ് അഡ്ഹർ ചെയ്തു കഴിഞ്ഞു, ഒരു പ്ലേറ്റ്ലെറ്റ് വന്ന് അഡ്ഹർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കുറേ പ്ലേറ്റ്ലെറ്റിനെ അഗ്രിഗേറ്റ് ചെയ്യണം. അതിനാണ് ഇവർ ഇതേപോലെയുള്ള കാര്യങ്ങൾ സെറോട്ടോണിൻ പോലെയുള്ള റിലീസ് ചെയ്തിട്ട് അവിടേക്ക് ആര് വന്ന് ബൈൻഡ് ചെയ്യും? ഫൈബ്രിനോജൻ വരും. ഈ പ്ലേറ്റ്ലെറ്റിന്റെ മുകളിലേക്ക് ഫൈബ്രിനോജൻ വരും. ഈ ഫൈബ്രിനോജൻ ഏത് റിസപ്റ്ററിലാണ് ബൈൻഡ് ചെയ്യുക? യെസ്, പ്ലേറ്റ്ലെറ്റിന് 2 റിസപ്റ്റർ ഉണ്ട്. അതിൽ ഒരു റിസപ്റ്റർ ആണ് ഗ്ലൈക്കോപ്രോട്ടീൻ 2B3A എന്ന് പറയുന്ന റിസപ്റ്റർ. സോ അവിടേക്ക് വന്ന് ബൈൻഡ് ചെയ്യും. സോ ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യും? അഗ്രിഗേഷനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറെ പ്ലേറ്റ്ലെറ്റ്സുകൾ അഗ്രിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ പ്ലേറ്റ്ലെറ്റിന്റെ അഗ്രിഗേഷൻ. അപ്പോൾ ഈ ഒരു റിസപ്റ്റർ 2B3A റിസപ്റ്റർ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? അഗ്രിഗേഷനും 1B9 റിസപ്റ്റർ അഡ്ഹഷനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇത് VWF വന്ന് ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്ററുമാണ്. ഇത് എന്താണ്? ഫൈബ്രിനോജൻ വന്ന്, അത് 2B3 എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ ബൈൻഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്ലേറ്റ്ലെറ്റ് ആൻഡ് അഡ്ഹഷൻ ആണ്. അത് കഴിഞ്ഞ് ഫൈബ്രിനോജൻ അറ്റാച്ച് ചെയ്തിട്ട് അതിന്റെ അഗ്രിഗേഷൻ ആണ്. സോ ഇതിനെയാണ് നമ്മൾ പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ഹീമോസ്റ്റാസിസ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജസ്റ്റ് പ്ലേറ്റ്ലെറ്റുകൾ വന്ന് അഗ്രിഗേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. സോ അതിനെ നമ്മൾ സ്റ്റെബിലൈസേഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ത്രൂ ദ ഫൈബ്രിൻ ക്ലോട്ട് ഫോർമേഷൻ. ഇനി അടുത്ത സ്റ്റെപ്പാണ് അവിടേക്ക് ഫൈബ്രിൻ ക്ലോട്ട് ഫോം ചെയ്യാന്നുള്ള, ആ വന്ന് കൂടി അടിഞ്ഞിട്ടുള്ള ആ ഒരു അഗ്രിഗേറ്റ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വലിച്ചു മുറുക്കി കെട്ടാൻ വേണ്ടിയിട്ട് ഫൈബ്രിൻസ് വേണം. ഈ ഫൈബ്രിൻ ക്ലോട്ട് ഫോർമേഷൻ ആണ് സെക്കൻഡറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ ഈ സെക്കൻഡറി ഹീമോസ്റ്റാസിസ് നടക്കണമെങ്കിൽ അതിനെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻട്രിൻസിക് പാത്വേയും വരുന്നുണ്ട്, എക്സ്ട്രിൻസിക് പാത്വേയും വരുന്നുണ്ട്. ഇൻട്രിൻസിക് പാത്വേ ഉണ്ട്, എക്സ്ട്രിൻസിക് പാത്വേ ഉണ്ട്. ഇൻട്രിൻസിക് പാത്വേ എന്ന് പറയുമ്പോൾ ഇൻട്രിൻസിക് ആയിട്ട്, കാരണം ഇത് ആക്ടിവേറ്റഡ് ബൈ ദ സർഫസ് ഓഫ് കോണ്ടാക്ട് ഫാക്ടർ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കോണ്ടാക്ട് വഴിയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കട്ട് ഉണ്ടാവുന്ന സമയത്ത് കൊളാജൻ എക്സ്പോസ്ഡ് ആവുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ് വരുന്നത്, അങ്ങനെ വരുന്നതാണ് ഈ ഒരു കോണ്ടാക്ട് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ നമ്മളുടെ ഉള്ളിലുള്ള കാര്യം തന്നെ ഇതിനെ ഇനീഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഇൻട്രിൻസിക് പാത്വേ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കട്ട് വന്നിട്ട് കൊളാജൻ എക്സ്പോസ്ഡ് ആയി അതുവഴി നമ്മൾ പാത്വേ ഇനീഷ്യേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഇൻട്രിൻസിക് പാത്വേ. ഓക്കെ,
സോ അവിടെ എങ്ങനെയാണെന്നാണ് അത് ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കുക. അതിന്റെ മുന്നേ ജസ്റ്റ് എക്സ്ട്രിൻസിക് എന്താണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. എക്സ്ട്രിൻസിക് പാത്വേകൾ എങ്ങനെയാന്ന് വെച്ചാൽ ദ ട്രിഗേർഡ് ബൈ ടിഷ്യൂ ഇഞ്ചറി. മറ്റേത് എന്തായിരുന്നു? കോണ്ടാക്ട് ഫാക്ടർ ആയിരുന്നു. ഇവിടെ ട്രിഗർ ചെയ്യുന്ന ആരാണ്? ടിഷ്യൂ ഇഞ്ചുറി ആണ്. സോ അതുപോലെ ടിഷ്യൂ ഫാക്ടർ ആണ് വരുന്നത്. നമുക്കത് ഒരു ഫ്ലോ ചാർട്ട് വഴി പഠിക്കാം. ഇതാണ് നമുക്ക് ഇൻട്രിൻസിക് പാത്വേയും എക്സ്ട്രിൻസിക് പാത്വേയും. ഇൻട്രിൻസിക് പാത്വേ നമുക്ക് ആരാണ് ട്രിഗർ ചെയ്യുന്നത്? കോണ്ടാക്ട് ഫാക്ടേഴ്സ് ആയിരുന്നു. എക്സ്ട്രിൻസിക് പാത്വേ ടിഷ്യൂ ഫാക്ടർ ആയിരുന്നു. സോ അവിടെ ഫസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഫാക്ടർ 12നെയാണ്. നമ്മൾ ഓരോ ഫാക്ടറും പഠിക്കും കേട്ടോ. ജസ്റ്റ് ആദ്യം പാത്വേ പഠിക്കാം, എന്നിട്ട് ഫാക്ടേഴ്സ് പഠിക്കാം. അപ്പൊ ഫാക്ടർ 12 ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഫാക്ടർ 12 ആയിട്ട് മാറും. ഓക്കെ, പിന്നെ അത് ഫാക്ടർ 9 ആക്ടിവേറ്റ് ചെയ്യും. ഫാക്ടർ 9 ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഫാക്ടർ 11നെയാണ്. ഫാക്ടർ 12 ഫാക്ടർ 11നെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഫാക്ടർ 11 ഫാക്ടർ 9 ആക്ടിവേറ്റ് ചെയ്യും. സോ ഫാക്ടർ 9 ഫാക്ടർ 8നെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, സോ ഫാക്ടർ 12 11 9നെ 8നെ ആക്ടിവേറ്റ് ചെയ്യും. സോ എന്നിട്ട് നമ്മൾ കോമൺ പാത്വേയിലേക്ക് പോകും. ഈ ഫാക്ടർ 8 നമ്മൾ ഫാക്ടർ 10നെ ആക്ടിവേറ്റ് ചെയ്യും. 10 എന്ന് പറയുന്നത് കോമൺ പാത്വേയിൽ വരുന്ന ആളാണ്. സോ അതിന്റെ മുന്നേ 8 വരെയാണ് നമ്മൾ ഇൻട്രിൻസിക് പാത്വേയിൽ പഠിക്കാറുള്ളത്. ഇനി എക്സ്ട്രിൻസിക് പാത്വേയിലാണെങ്കിൽ നമുക്ക് അവിടെ ടിഷ്യൂ ഫാക്ടർ ആണ് ട്രിഗർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് വരുന്നത് ഫാക്ടർ 7 ആണ്. ഫാക്ടർ 7 ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? യെസ്, ഫാക്ടർ 7 ആണ് കോമൺ പാത്വേയിലുള്ള ഫാക്ടർ 10നെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മളെ ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലെ. എക്സ്ട്രിൻസിക് പാത്വേയിലാണ് ഫാക്ടർ 7 വരുന്നത്. ബാക്കിയുള്ള 12ഉം 11ഉം 9ഉം 8ഉം ഒക്കെ വരുന്നത് ഇൻട്രിൻസിക് പാത്വേയിലാണ്. ഓർത്ത് വെക്കുക, ഫാക്ടർ 7 ഈസ് എക്സ്ട്രിൻസിക് പാത്വേയിലാണ്. ഇനി ഇവർ രണ്ടുപേരും കോമൺ പാത്വേയിലേക്ക് വന്നു. സോ ഫാക്ടർ 10 ആക്ടിവേറ്റഡ് ആയിട്ടുള്ള വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാക്ടർ 5ഉം കാൽഷ്യത്തിന്റെയും ലിപ്പിഡിന്റെ ഹെൽപ്പിൽ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ഓക്കെ, പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ഈ പ്രോത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ക്ലോട്ട് ആക്കി മാറ്റും. അങ്ങനെയാണ് ആ ഒരു ഫ്ലൈബിൻ സെക്കൻഡറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ് ഫോം ചെയ്യുന്നത്. സോ സെക്കൻഡറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ് ഓൾറെഡി പ്ലേറ്റ്ലെറ്റിന്റെ അഗ്രിഗേറ്റ്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. സോ അവിടെ ഒന്നെങ്കിൽ ഇൻട്രിൻസിക് ഓർ എക്സ്ട്രിൻസിക് പാത്വേ നടന്നിട്ട് ഫൈബ്രിൻ ക്ലോട്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡറി ഹീമോസ്റ്റാസിസ് എന്ന് പറയും. ഇൻട്രിൻസിക് പാത്വേയിൽ ഫാക്ടർ 12 11 9 8 എന്നിട്ട് കോമൺ പാത്വേയിലേക്ക് വരും. എക്സ്ട്രിൻസിക് പാത്വേയിലാണെങ്കിൽ ഫാക്ടർ 7 ആണ് വരുന്നത്. സോ അത് ഫാക്ടർ 10 ആക്ടിവേറ്റ് ചെയ്യും. ഈ 8 തൊട്ടിട്ട് കോമൺ പാത്വേ ആണ് വരുന്നത്. സോ 8 പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ക്ലോട്ട് ആക്കി മാറ്റുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കോയാഗുലേഷൻ പാത്വേ വരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ കാണാം. യെസ്, കോയാഗുലേഷൻ പാത്വേ വരുന്നത് ഇങ്ങനെയാണ്. സോ ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഓരോ ഫാക്ടേഴ്സും ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കാനുണ്ട്. അത് ചിലപ്പം ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്. അപ്പൊ ടോട്ടൽ 12 ഫാക്ടേഴ്സ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് ഫാക്ടർ 1 to ഫാക്ടർ 13 വരെയാണ്. അപ്പോൾ ഇതിൽ ഫാക്ടർ 6 ഇല്ല എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫാക്ടർ 1 ഫൈബ്രിനോജൻ ആണ്. ഫാക്ടർ 2 പ്രോത്രോംബിൻ ആണ്. ഫാക്ടർ 3 ടിഷ്യൂ ഫാക്ടർ അല്ലെങ്കിൽ ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. ഫാക്ടർ 4 കാൽഷ്യം. ഫാക്ടർ 5 ലബൈൽ ഫാക്ടർ. ഫാക്ടർ 6 ഇല്ല. പിന്നെ 7 സ്റ്റേബിൾ ഫാക്ടർ. ഫാക്ടർ 8 ആന്റി ഹിമോഫിലിക് ഫാക്ടർ എ. ഫാക്ടർ 9 ആന്റി ഹിമോഫിലിക് ഫാക്ടർ ബി or Christmas factor. Factor 10 stored power factor. Factor 11 plasma thromboplastin antecedent ആണ്. Factor 12 Heckman factor ആണ്. Factor 13 fibrin stabilizing factor ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഫാക്ടേഴ്സ് പഠിക്കുന്നത്. ഇതിൽ ഓരോ ഫാക്ടറും എന്തായാലും പഠിച്ചു വെക്കണം, ചിലപ്പം എക്സാമിന് ചോദിക്കാം. ഓക്കെ, സോ അതായിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെ. ഫസ്റ്റ് ഹീമോസ്റ്റാസിസ് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ബ്രേക്ക് ഡൗൺ ആൻഡ് റിമൂവൽ ഓഫ് ക്ലോട്ട് ആഫ്റ്റർ വെസൽ റിപ്പയർ. കംപ്ലീറ്റ് ബ്ലഡ് വെസൽസ് റിപ്പയർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലോട്ട് ഉണ്ടായിട്ടുള്ള ഫൈബ്രിൻ ക്ലോട്ട് നമുക്ക് റിമൂവ് ചെയ്യണമല്ലോ. കാരണം സ്ഥിരം ക്ലോട്ട് ബ്ലഡ് വെസൽസ് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ബ്ലഡ് ഫ്ലോനെയൊക്കെ ബാധിക്കും. ആ ക്ലോട്ട് റിമൂവൽ ആണ് ഫൈബ്രിനോലൈസിസ് ഓർ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയും.
സോ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റോൾ വഹിക്കുന്നത് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ് ആണ്. പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ് ആർ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ് ആണ് ദാറ്റ് കൺവേർട്ട് പ്ലാസ്മിനോജൻ ടു പ്ലാസ്മിൻ. അത് എന്താണ് ചെയ്യുന്നത്? പ്ലാസ്മിനോജനെ പ്ലാസ്മിനായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് പ്ലാസ്മിൻ ഡിഗ്രേഡ്സ്. പ്ലാസ്മിൻ എന്താ ചെയ്യുക? ഈ ഫൈബ്രിനെ ഫൈബ്രിൻ ഡിഗ്രേഷൻ പ്രോഡക്റ്റ്. ഓൾറെഡി ഫൈബ്രിൻ ക്ലോട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ സോ ആ ഫൈബ്രിൻ ക്ലോട്ടിനെ നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ആരാ ഉള്ളത്? പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ് ഉണ്ടാവും. ഈ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ് പ്ലാസ്മിനോജനെ പ്ലാസ്മിനായിട്ട് കൺവേർട്ട് ചെയ്യും. ആ പ്ലാസ്മിന് ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ അതിലാണ് നമ്മൾ ഡി ഡൈമർ ഫ്രാഗ്മെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഫൈബ്രിനോലൈസിസ് സ്റ്റെപ്പിൽ വരുന്നത്. പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ് പ്ലാസ്മിനോജനെ പ്ലാസ്മിനാക്കി മാറ്റും. പ്ലാസ്മിന് ഫൈബ്രിനോജനെ ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രോഡക്റ്റ് ആക്കി മാറ്റും. ഇനി നമുക്ക് ഇതിലൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ഫൈബ്രിനോലൈസിസിന്റെ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അത് ഫൈബ്രിനോലൈസിസ് കൂടുതലായിട്ട് സംഭവിക്കാൻ പറ്റില്ല. കൂടുതൽ ക്ലോട്ട് നമ്മൾ ഫൈബ്രിന്റെ എക്സസീവ് ആയിട്ടുള്ള ക്ലോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഇൻഹിബിറ്റർ 1ഉം ആൽഫ-2 ആന്റിപ്ലാസ്മിനും ആൽഫ-2 മാക്രോഗ്ലോബുലിനും. ഇതെന്താ ചെയ്യുന്നത്? എക്സസീവ് ആയിട്ട് ഉണ്ടാവുന്ന ആ ഒരു ക്ലോട്ടിന്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവില്ലേ, ഫൈബ്രിന്റെ ബ്രേക്ക് ഡൗണിനെ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതും വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഏകദേശം എന്ത് ചെയ്യും? ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. എന്താണ് ഹീമോസ്റ്റാസിസിൽ നടക്കുന്നത്, എങ്ങനെയാ ക്ലോട്ട് ഫോം ചെയ്യുന്നത്, ഇൻട്രിൻസിക് പാത്വേയിൽ എങ്ങനെയാ, എക്സ്ട്രിൻസിക് പാത്വേയിൽ എങ്ങനെയാ, അവസാന ഫൈബ്രിനോലൈസിസ് സംഭവിക്കുന്നത്, ആ ഒരു പാത്വേ ഏകദേശം നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Clot solubility test is used for testing option A factor 2 activity, option B factor 7 activity, option C factor 11 activity, option D factor 13 activity. Correct answer എന്തിനാ? ഈ clot solubility test നമ്മൾ ചെയ്യാറുള്ളത് factor 13ന്റെ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി. ഇവിടെ clot solubility test മാത്രമല്ല, നമ്മൾ coagulation റിലേറ്റഡ് ആയിട്ട് പല ടെസ്റ്റുകളും ചെയ്യാറുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ നമുക്ക് മൊത്തത്തിലൊന്ന് റിവ്യൂ ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ആണ് പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ത്രോംബോസൈറ്റോപീനിയ ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പ്ലേറ്റ്ലെറ്റിന്റെ നമ്പേഴ്സ് നോക്കാറുണ്ട് അല്ലെ. അതിനെന്താ ചെയ്യാറുള്ളത്? പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് എടുക്കും. ഇപ്പോൾ ഓട്ടോമേറ്റഡ് മെത്തേഡിലോ മാനുവൽ മെത്തേഡിലോ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എടുക്കുമ്പോൾ അതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 1.5 to 4.5 lakhs per cubic mm ആണ്. സോ അത്ര ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ്. അതിന് കുറവാണെങ്കിൽ ത്രോംബോസൈറ്റോപീനിയ ആണ് എന്നൊക്കെ നമുക്ക് പറയാം. സോ ആദ്യം നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയും. ജസ്റ്റ് നമ്പർ നമ്മൾ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ ടെസ്റ്റ് ആണ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ടെസ്റ്റ്. അഗ്രിഗേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഗ്രിഗേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാറ്. കാരണം ഈ പ്ലേറ്റ്ലെറ്റ് ക്ലംപിങ്ങിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ADP, കൊളാജൻ പോലെയുള്ള അഗോണിസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ക്ലംപ് ഫോം ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ നോക്കുന്നത്. സോ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻസ് ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതിന്റെ പേരാണ് അഗ്രിഗോമീറ്റർ എന്നുള്ള ഇൻസ്ട്രുമെന്റ്. സോ നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത് പ്ലാസ്മന്റെ ടെർബിഡിറ്റി ആണ്. കാരണം അവിടെ കൂടുതലായിട്ട് പ്ലേറ്റ്ലെറ്റ് അഗ്രി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാസ്മന്റെ ലൈറ്റ് അബ്സോർപ്ഷൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ അഗ്രിഗേറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലാസ്മന്റെ ലൈറ്റ് അബ്സോർപ്ഷൻസ് ഡിക്രീസ് ചെയ്യും. അതാണ് നമ്മൾ ഈ അഗ്രിഗോമീറ്റർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്നത്. പ്ലാസ്മന്റെ ടെർബിഡിറ്റി ആണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ADP, കൊളാജൻ പോലെയുള്ള അഗോണിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. സോ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ് ചെയ്യും. അത് നമ്മുടെ അഗ്രിഗോമീറ്ററിൽ പ്ലാസ്മന്റെ ടെർബിഡിറ്റി വഴി നമ്മളത് മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിനെ ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടെസ്റ്റ് ആണ് ക്ലോട്ട് റിട്രാക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഒരു ക്ലോട്ട് ഫോം ചെയ്യാൻ ഒരു 5 to 10 മിനിറ്റ് ആണ് എടുക്കാറുള്ളത് അല്ലെ. എന്നാൽ ആ ക്ലോട്ട് റിട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 30 മിനിറ്റ് തൊട്ട് 1 അവറിലായിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു 4 അവറിലായിരിക്കും. ഓക്കെ, ക്ലോട്ട് റിട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 30 മിനിറ്റ് തൊട്ട് 1 അവറിനുള്ളിൽ ക്ലോട്ട് റിട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ റിട്രാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് ഒരു 4 അവറിനുള്ളിലായിരിക്കും. ഓക്കെ, സോ
അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഈ ഇപ്പൊ ക്ലോട്ട് റിട്രാക്ഷൻ നോർമൽ ആണെങ്കിൽ നമ്മൾ അവിടെ നോർമൽ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. പ്ലേറ്റ്ലെറ്റ് അതിന്റെ ഫംഗ്ഷൻ നോർമലി ആണെന്ന് നമുക്ക് ഈ ക്ലോട്ട് റിട്രാക്ഷൻ ടൈം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലോട്ട് ഫോം ചെയ്യുന്നത് 5 to 10 minutes ആണ്. ക്ലോട്ട് റിട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 30 minutes തൊട്ടതാണ്. അത് കംപ്ലീറ്റ് ആവുന്നത് 4 hourലാണ്. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കവിടെ ജസ്റ്റ് റിട്രാക്ഷൻ നടക്കുന്നു എന്നറിയാനുള്ള ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും ഉണ്ട്. ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവില്ലേ, ഒരു 10 ml ബ്ലഡ് എടുക്കും, അത് ബ്ലഡ് എടുക്കും. എന്നിട്ട് നമ്മൾ ക്ലോട്ടഡ് ആയിട്ടുള്ള ബ്ലഡ് എടുത്തിട്ട് നമ്മൾ വാട്ടർ ബാത്ത് ചെയ്യും. എന്നിട്ട് ഒരു 4 മണിക്കൂറിനുള്ളിൽ ആ ഒരു റിട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ജസ്റ്റ് ആ 4 മണിക്കൂറിൽ റിട്രാക്ഷൻ കംപ്ലീറ്റ് ആവുമെന്നാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ ചെക്ക് ചെയ്യുന്നത്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലാണെങ്കിൽ നമ്മളൊരു 10 ml ബ്ലഡ് എടുക്കും, എന്നിട്ട് അതിനെ ക്ലോട്ട് ചെയ്യാൻ വിടും. അതിനുശേഷം നമ്മൾ അത് ക്ലോട്ട് റിമൂവ് ചെയ്തിട്ട് അവിടെയുള്ള സെറത്തിന്റെ വോളിയം മെഷർ ചെയ്യും. എങ്ങനെ? 10 ml ബ്ലഡ് എടുത്തു, ക്ലോട്ട് ചെയ്യിപ്പിച്ചു, ആ ക്ലോട്ട് ചെയ്യിപ്പിച്ചതിന്റെ സെറം സെപ്പറേറ്റ് ചെയ്തിട്ട് ആ സെറത്തിന്റെ വോളിയം എടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ക്ലോട്ട് റിട്രാക്ഷൻ പെർസെന്റേജ് അതിന് മുന്നേ നമുക്ക് PCV, നമ്മൾ ആ ബ്ലഡിന്റെ PCV ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ പിന്നെ അതിന്റെ ക്ലോട്ട് റിട്രാക്ഷൻ പെർസെന്റേജ് നമ്മൾ എന്ത് ചെയ്യാണ്, കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വോളിയം ഓഫ് സെറം കണ്ടുപിടിച്ചില്ലേ. സോ വോളിയം ഓഫ് സെറം ഇൻറ്റു 10, അതായത് 10 ml ഉള്ള വോളിയം ഓഫ് സെറം ആയിരുന്നു, 10 ഡിവൈഡഡ് ബൈ 100 മൈനസ് നമ്മൾ PCV. എങ്ങനെയാണ് നമ്മൾ ക്ലോട്ട് റിട്രാക്ഷന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്? സോ ആ പെർസെന്റേജ് ഒരു 58 to 97% ഇടയിലാണെങ്കിൽ നമുക്കത് നോർമൽ റേഞ്ച് ആണെന്ന് പറയാം. സോ ഇവിടെ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ക്ലോട്ട് റിട്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മളെ ബ്ലീഡിംഗ് മെത്തേഡാണ്. ബ്ലീഡിംഗ് ടൈം, BT, ബ്ലീഡിംഗ് ടൈം. ബ്ലീഡിംഗ് ടൈമിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ ചെറിയൊരു ജസ്റ്റ് ഒരു ബ്ലീഡിംഗ് ഉണ്ടാക്കും. നമ്മൾ ലാൻസെറ്റോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് ഒരു ബ്ലീഡിംഗ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ എത്ര സമയം കൊണ്ടാണ് അവിടെ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. ആ വൂണ്ടിന് എത്ര സമയം എടുക്കും ആ ഒരു ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ അവിടെ ഈ ബ്ലീഡിംഗ് ടൈമിൽ നമ്മൾ അവിടെ നോക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ ആണ്. പ്ലേറ്റ്ലെറ്റിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നോർമൽ ബ്ലീഡിംഗ് ടൈം ആയിട്ട് നമുക്കൊരു 2 to 6 മിനിറ്റിനുള്ളിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്ക് എവിടെയെങ്കിലും ഇൻസിഷൻ ഉണ്ടായാൽ ആ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ബ്ലീഡിംഗ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 2 to 6 മിനിറ്റ് കൊണ്ട് നോർമൽ ബ്ലീഡിംഗ് ടൈം ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഡിഫറെന്റ് മെത്തേഡ്സുകൾ ബ്ലീഡിംഗ് ടൈമിന് വരുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്തോളൂ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു IV മെത്തേഡ് ഉണ്ട്, EV മെത്തേഡെന്നോ IV മെത്തേഡെന്നോ എങ്ങനെയാണെന്ന് നോക്കി. ആ ഒരു മെത്തേഡ് ഉണ്ട്. അതുപോലെ ഡ്യൂക്സ് മെത്തേഡ് ഉണ്ട്, ഡ്യൂക്സ് മെത്തേഡ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്യൂക്സ് മെത്തേഡ്, മിൽക്കി മെത്തേഡ്, മിൽക്കി മെത്തേഡ്, അതുപോലെ തന്നെ കോപ്ലി ആൻഡ് ലാലിച്ച് മെത്തേഡ്. കോപ്ലി ആൻഡ് ലാലിച്ച് മെത്തേഡ്, ഇതെല്ലാം നമ്മുടെ ബ്ലീഡിംഗ് ടൈമിന്റെ മെത്തേഡാണ്. അപ്പൊ ഏതൊക്കെ പഠിച്ചു? EV മെത്തേഡ് ഓർ IV മെത്തേഡ്, അതുപോലെ തന്നെ ഡ്യൂക്സ് മെത്തേഡ്, മിൽക്കീസ് മെത്തേഡ് ഓർ ടെംപ്ലേറ്റ് മെത്തേഡ് എന്ന് പറയും നമ്മൾ അതിനെ, അതുപോലെ തന്നെ കോപ്ലി ആൻഡ് ലാലിച്ച് മെത്തേഡ്. ഇതെല്ലാം ബ്ലീഡിംഗ് ടൈമിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ജസ്റ്റ് പേരൊന്ന് പഠിച്ചു വെക്കുക, എന്താണ് ആ ഒരു മെത്തേഡ് എന്നുള്ളതിന്റെ പേര് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ബ്ലീഡിംഗ് ടൈം. കാരണം ഡ്യൂക്സ് മെത്തേഡ് എന്തിൻ്റെതാണ്, അതുപോലെ IV മെത്തേഡ് എന്തിനാന്നൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് അപ്പൊ നമ്മൾ
പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, അഗ്രിഗേഷൻ ടെസ്റ്റ്, ക്ലോട്ട് റിട്രാക്ഷൻ ടെസ്റ്റ്, ബ്ലീഡിംഗ് ടൈമും പഠിച്ചു. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോട്ടിംഗ് ടൈം ആയിരുന്നു അല്ലെ. ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ CT എന്ന് പറയും. ബ്ലീഡിംഗ് ടൈമും ക്ലോട്ടിംഗ് ടൈമും പറയുന്നത് പോലെ ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്നത് CT ആണ്. സോ നമ്മൾ ഇവിടെ എന്താ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെഷർ ദ ടൈം ഫോർ ഹോൾ ബ്ലഡ് ടു ക്ലോട്ട്. നമ്മൾ ബ്ലഡ് ക്ലോട്ട് ആവാൻ എടുക്കുന്ന സമയം, ബ്ലീഡിംഗ് ടൈമിൽ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയമാണെങ്കിൽ മൊത്തത്തിൽ ക്ലോട്ട് ഫോം ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, എന്താണ്? ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ശരിക്കും മെഷർ ചെയ്യുന്നത് ഇൻട്രിൻസിക് പാത്വേ ആണ്. ദാറ്റ് മെഷർ ഓൾ സ്റ്റേജസ് ഓഫ് ഇൻട്രിൻസിക് പാത്വേ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലോട്ടിംഗ് ടൈമിൽ മെഷർ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് വരുന്നുണ്ട്. അതിലൊരു മെത്തേഡാണ് ലീ ആൻഡ് വൈറ്റ് മെത്തേഡ്. ലീ ആൻഡ് വൈറ്റ് മെത്തേഡിൽ നമ്മൾ സത്യത്തിൽ വീനസ് ബ്ലഡ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ റൈറ്റ്സ് മെത്തേഡിൽ നമ്മൾ ക്യാപ്പിലറി ബ്ലഡ് ആണ് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ ക്യാപ്പിലറി ട്യൂബ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡിനെ നമുക്ക് പറയാൻ പറ്റും. ഏത് മെത്തേഡാണ്? റൈറ്റ്സ് മെത്തേഡിന്. അപ്പോൾ ലീ ആൻഡ് വൈറ്റ് മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ്സ് മെത്തേഡ് ഓർ ക്യാപ്പിലറി ട്യൂബ് മെത്തേഡും ഉണ്ട്. സോ ക്ലോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 to 10 minutes ആണ് ബ്ലഡിന്റെ ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ബ്ലീഡിംഗ് ടൈമിൽ പല മെത്തേഡ്സും പറഞ്ഞതുപോലെ ക്ലോട്ടിംഗ് ടൈമിലും ഉള്ള 2 മെത്തേഡാണ് ലീ ആൻഡ് വൈറ്റ് മെത്തേഡും അതുപോലെ തന്നെ റൈറ്റ്സ് മെത്തേഡ്. ഓക്കെ, ക്ലോട്ടിംഗ് ടൈമിൽ അതാണ് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രോത്രോംബിൻ ടൈം ആണ്. പ്രോത്രോംബിൻ ടൈം നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത് എക്സ്ട്രിൻസിക് പാത്വേയും കോമൺ പാത്വേയും. ഞാനിത് പഠിച്ചു വെക്കാറുള്ളത് എങ്ങനെയാണ്? പ്രോത്രോംബിൻ P4 പുറത്ത് എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് പാത്വേ. പിന്നെ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈമിൽ APTT, A4 അകത്ത്, അപ്പൊ ഇൻട്രിൻസിക് പാത്വേ, ഇൻട്രിൻസിക് ആയിട്ടുള്ള കോമൺ പാത്വേ. അങ്ങനെയാണ് ഞാൻ പഠിച്ചു വെക്കാറുള്ളത്. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിച്ചു വെക്കാം. പ്രോത്രോംബിൻ ടൈം മെഷർ ചെയ്യുന്നത് എക്സ്ട്രിൻസിക് പാത്വേയും കോമൺ പാത്വേയാണ്. APTT മെഷർ ചെയ്യുന്നത് ഇൻട്രിൻസിക് പാത്വേയും അതുപോലെ കോമൺ പാത്വേയാണ്. ഇവിടെ പ്രോത്രോംബിൻ ടൈമിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സ്ട്രിൻസിക് പാത്വേയും അതുപോലെ കോമൺ പാത്വേയാണ് മെഷർ ചെയ്യുന്നത് അല്ലെ. എക്സ്ട്രിൻസിക് പാത്വേനെ നമുക്കറിയാമായിരുന്നു. എക്സ്ട്രിൻസിക് പാത്വേനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നമ്മൾ ത്രോംബോപ്ലാസ്റ്റിൻ, ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ ആയിരുന്നു. സോ നമ്മൾ ഈ സിട്രേറ്റഡ് ആയിട്ടുള്ള ആന്റികോയാഗുലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിലാണ് നമ്മൾ ഈ PTയും APTയും ചെയ്യുന്നത്. സോ അതിലേക്ക് നമ്മൾ കാൽഷ്യവും ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിനും ആഡ് ചെയ്ത് കൊടുക്കും. സിട്രേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്മയിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കും? ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിനും കാൽഷ്യം ആഡ് ചെയ്ത് കൊടുക്കും. സോ ഇവിടെ നമുക്ക് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ ഈ കാൽഷ്യം നമുക്കറിയാം സിട്രേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആന്റി കോയാഗുലേറ്റഡ് ആണ് അല്ലെ. സോ സിട്രേറ്റ് ആണ് അതിൽ ആന്റി കോയാഗുലന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ കാൽഷ്യം ആഡ് ചെയ്യുന്ന സമയത്ത് ഈ കാൽഷ്യം ഈ സിട്രേറ്റിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് നമ്മൾ കോയാഗുലേഷൻ കാസ്കേഡ് സ്റ്റാർട്ട് ചെയ്യും. സോ അത് എക്സ്ട്രിൻസിക് പാത്വേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ കൊടുക്കുന്നത്. അപ്പൊ കാൽഷ്യം ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിനും ആഡ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രിൻസിക് പാത്വേ മര്യാദയ്ക്കാണെങ്കിൽ ഈ കാൽഷ്യം സിട്രേറ്റിനെ എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്തിട്ട് ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യും? ഈ എക്സ്ട്രിൻസിക് പാത്വേ ഇനീഷ്യേറ്റ് ചെയ്യും, ബ്ലഡ് കോയാഗുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗിലേക്ക് പോകും. സോ അവിടെ നമ്മൾ എന്താ എത്രയായിരിക്കും? നമുക്ക് ഏകദേശം ഒരു 11 to 16 സെക്കൻഡ് ആണ് നമ്മൾ പീറ്റിന്റെ നോർമൽ എന്ന് പറയുന്നത്. പീറ്റിന്റെ നോർമൽ എന്ന് പറയുന്നത് 11 to 16 സെക്കൻഡ് ആണ്. സോ നമ്മൾ അവിടെ എന്താ മെഷർ ചെയ്യുന്നത്? യെസ്, ടൈം റിക്വയർഡ് ഫോർ ക്ലോട്ടിംഗ് ഓഫ് സിട്രേറ്റഡ് പ്ലാസ്മ ആഫ്റ്റർ അഡിഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റ്. ഓക്കെ, സോ നമ്മൾ എന്തിനാണ് ഈ PT ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ്ട്രിൻസിക് പാത്വേ കോമൺ പാത്വേ നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെ അതേപോലെ തന്നെ നമ്മൾ ഓറൽ ആന്റികോയാഗുലന്റ് തെറാപ്പിയില്ലേ, ഓറൽ ആന്റികോയാഗുലന്റ് തെറാപ്പി, ആന്റികോയാഗുലന്റ് ആയിട്ടുള്ള എന്താ പറയാ വാർഫാറിൻ, അങ്ങനെയുള്ള കോമറിൻ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ PT ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓറൽ ആന്റികോയാഗുലൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് PT ടെസ്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ എക്സ്ട്രിൻസിക് പാത്വേയിൽ മെയിൻലി ഫാക്ടർ 7 ആയിരുന്നു വരുന്നത് അല്ലെ. അപ്പൊ കോമൺ പാത്വേ ആകുമ്പോൾ
നമുക്ക് ഫാക്ടർ 10 വരുന്നുണ്ട്, അതുപോലെ ഫാക്ടർ 5 വരുന്നുണ്ട്, ഫാക്ടർ 2 വരുന്നുണ്ട്, ഫാക്ടർ 1 വരുന്നുണ്ട്. ഇതൊക്കെ കോമൺ പാത്വേയിൽ വരുന്നതാണ്. സോ അവരെ മെഷർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ വൈറ്റമിൻ കെ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. വൈറ്റമിൻ കെ ഡിപ്പെൻഡന്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് വൈറ്റമിൻ കെ ഡിപ്പെൻഡഡ് ആയിട്ട് നമുക്ക് വരുന്നത് ഫാക്ടർ 2, 7, 10, 9 ആണ്. നമ്മൾ അതൊന്ന് പഠിച്ചു വെക്കണം. വൈറ്റമിൻ കെ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഫാക്ടർ ആണ് 2, 7, 9 ആൻഡ് 10 എന്ന് പറയുന്നത്. പക്ഷെ ഇതില് പ്രോത്രോംബിൻ ടൈമിൽ 2 കോമൺ പാത്വേയിൽ വരുന്നുണ്ട്, 7 എക്സ്ട്രിൻസിക് പാത്വേയിൽ വരുന്നുണ്ട്, 10 കോമൺ പാത്വേയിൽ വരുന്നുണ്ട് അല്ലെ. പക്ഷെ 9 ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ 4 എണ്ണാണ് വൈറ്റമിൻ കെ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഫാക്ടർ വരുന്നത്. പക്ഷെ അതിൽ 3 എണ്ണത്തിന് നമുക്ക് ഏതിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? ഈ പ്രോത്രോംബിൻ ടൈമുമായി മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഫാക്ടർ 9 പറ്റില്ല എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ അപ്പോൾ പ്രോത്രോംബിൻ ടൈം നമ്മൾ എക്സ്ട്രിൻസിക് പാത്വേ, കോമൺ പാത്വേ ആണ്. അതുപോലെ ഓറൽ ആന്റികോയാഗുലന്റ് തെറാപ്പിനെ മോണിറ്റർ ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. 11 to 16 സെക്കൻഡ് ആണ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത് ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിനും കാൽഷ്യവുമാണ്. എന്നിട്ട് ബ്ലഡ് എത്ര ടൈമിനുള്ളിൽ ക്ലോട്ട് ചെയ്യും എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ ഇത് ഈ പി ടി ഇല്ലേ, പി ടി ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആവുന്ന കണ്ടീഷൻസും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പി ടി പ്രൊലോങ്ഡ് ആവുന്ന കണ്ടീഷൻസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ ഓറൽ ആന്റികോയാഗുലന്റ് തെറാപ്പി, വാർഫാറിൻ, കോമറിൻ ഒക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ 1ന്റെ, ഫാക്ടർ 2ന്റെ, ഫാക്ടർ 5ന്റെ, ഫാക്ടർ 7ന്റെ, ഫാക്ടർ 10ന്റെ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം ഓൾറെഡി എക്സ്ട്രിൻസിക് പാത്വേയിൽ ആരാ വരുന്നത്, കോമൺ പാത്വേയിൽ ആരാ ഏതൊക്കെ ഫാക്ടറാ വരുന്നത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട. എക്സ്ട്രിൻസിക് പാത്വേയിലും കോമൺ പാത്വേയിലും വരുന്ന ഫാക്ടേഴ്സിന്റെ ഡെഫിഷ്യൻസി കാരണം എന്ത് പ്രൊലോങ്ഡ് ആവും? പി ടി പ്രൊലോങ്ഡ് ആവും. അതുപോലെ തന്നെ ലിവർ ഡിസീസസിലൊക്കെ പി ടി പ്രൊലോങ്ഡ് ആവാറുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ INR കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. INR എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ ആണ്. ജസ്റ്റ് പി ടി INR നമ്മൾ എപ്പോഴും ഒരുമിച്ചാണ് പറയാറുള്ളത്. INRന്റെ INR നമ്മൾ നെക്സ്റ്റ് INRന്റെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. INRന്റെ കാൽക്കുലേഷൻ പേഷ്യന്റ് പി ടി ഡിവൈഡഡ് ബൈ കൺട്രോൾ പി ടി all raised to ISI. ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? INRയുടെ കാൽക്കുലേഷൻ. ജസ്റ്റ് ഞാൻ അതൊന്ന് പറഞ്ഞേ ഉള്ളൂ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം, അതുകൊണ്ടാണ്. ഇനി നമുക്ക് APTT അല്ലെ. PT നമ്മൾ പറഞ്ഞത് എക്സ്ട്രിൻസിക് പാത്വേ ആയിരുന്നു, എന്നാൽ APTTയിൽ നമ്മൾ അകത്തുനിന്ന് പഠിച്ചത്. സോ ഇൻട്രിൻസിക് പാത്വേ ആണ്. ഇൻട്രിൻസിക് പാത്വേ, കോമൺ പാത്വേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിന് പകരം നമുക്കറിയാം ഇൻട്രിൻസിക് പാത്വേ ആക്ടിവേറ്റ് ചെയ്യാൻ സർഫസ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഫാക്ടേഴ്സ് വേണം. സോ ഇവിടെ നമ്മൾ സിട്രേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്മ മിക്സ് ചെയ്യുന്നത് ഈ കോണ്ടാക്ട് ഫാക്ടർ ആയിട്ടുള്ള ടയോലിൻ, ഫോസ്ഫോലിപ്പിഡ്സ്, അതുപോലെ തന്നെ നമുക്ക് സിട്രേറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നേരത്തെ ആഡ് ചെയ്തതുപോലെ തന്നെ കാൽഷ്യം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് സിട്രേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്മയിലേക്ക് കോണ്ടാക്ട് ഫാക്ടർ ആയിട്ട് അല്ലെങ്കിൽ സർഫസ് ഫാക്ടർ ആയിട്ടുള്ള കയോലിൻ, ഫോസ്ഫോലിപ്പിഡ്സ് ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നുണ്ടോ? സോ ഈ കോണ്ടാക്ട് ഫാക്ടർ കൊടുത്തു, സിട്രേറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കാൽഷ്യം കൊടുക്കുമ്പോൾ ബ്ലഡ് നോർമലി ക്ലോട്ട് ആവും. സോ അങ്ങനെ ക്ലോട്ട് ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 30 to 40 സെക്കൻഡ് ആണ് നമ്മളൊരു APTTന്റെ നോർമൽ റേഞ്ച് പറയാറുള്ളത്. സോ അപ്പൊ അത് കൂടുന്ന കണ്ടീഷൻ, ഒരു പ്രൊലോങ്ഡ് ആവുന്ന കണ്ടീഷൻ എപ്പോഴായിരിക്കും? യെസ്, നമുക്ക് ഇൻട്രിൻസിക് പാത്വേയിലും അല്ലെങ്കിൽ കോമൺ പാത്വേയിൽ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് കൂടും? യെസ്, APTT കൂടുന്നതാണ്. ഇപ്പൊ ഇൻട്രിൻസിക് പാത്വേയിൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്? യെസ്, ഇൻട്രിൻസിക് പാത്വേയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ ഫാക്ടർ 9ന്റെ ഡെഫിഷ്യൻസി. ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസി ആണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസി കാരണം ഫാക്ടർ 9ന്റെ ഡെഫിഷ്യൻസിയിൽ, അതുപോലെ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറിന്റെ ഡെഫിഷ്യൻസിയിൽ, ലിവർ ഡിസീസസിൽ, അതുപോലെ DIC ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷന്റെ കേസിൽ, അതുപോലെ ഹെപ്പാരിൻ
ഹെപ്പാരിൻ തെറാപ്പി മോണിറ്റർ ചെയ്യാൻ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. APTT നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെപ്പാരിൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതേപോലെ ഹെപ്പാരിന്റെ അഡ്മിനിസ്ട്രേഷനിൽ നമ്മുടെ APTT പ്രൊലോങ്ഡ് ആവുന്നുണ്ട്. സോ ഇത്രയാണ് മെയിൻലി നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ APTT ഇൻട്രിൻസിക് പാത്വേ കോമൺ പാത്വേ ആണ്. നമ്മളവിടെ കോണ്ടാക്ട് ഫാക്ടർ ആയിട്ട് കയോലിൻ ഫോസ്ഫോലിപ്പിഡ്സും പിന്നെ കാൽഷ്യവും ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ബ്ലഡിനെ ക്ലോട്ട് ചെയ്യിപ്പിക്കും. പ്ലാസ്മനെ ക്ലോട്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് നോർമൽ വാല്യൂ ആയിട്ട് 30 to 40 സെക്കൻഡ്സ് ആണ് വരുന്നത്. അത് പ്രൊലോങ് ചെയ്യുന്നത് നമ്മളെ ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ഹീമോഫിലിയ എയില്, ഫാക്ടർ 9ന്റെ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ഹീമോഫിലിയ ബിയില്, പിന്നെ വോൺ വില്ലിബ്രാൻഡ് ഡെഫിഷ്യൻസി ആയിട്ടുള്ള വോൺ വില്ലിബ്രാൻഡ് ഡിസീസില്, അതുപോലെ DIC ഡിസെമിനേറ്റഡ് ഇൻട്രോവാസ്കുലർ കോയാഗുലേഷനില്, അതുപോലെ ഹെപ്പാരിൻ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലൊക്കെ APTT എന്താവുന്നുണ്ട്, കൂടുന്നുണ്ട്. പിന്നെ അടുത്ത ടെസ്റ്റ് ആണ് ത്രോംബിൻ ടൈം എന്ന് പറയും. സോ ത്രോംബിൻ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഫൈബ്രിൻ ഫോർമേഷൻ ആഫ്റ്റർ ആഡിങ് ത്രോംബിൻ. നമ്മൾ ത്രോംബിൻ ആഡ് ചെയ്ത് സിട്രേറ്റഡ് ബ്ലഡിലേക്ക് നമ്മൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ത്രോംബിൻ ആഡ് ചെയ്ത് കൊടുക്കും. സോ ഈ ത്രോംബിൻ എന്താ ചെയ്യുന്നത്, ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി ആ കാസ്കേഡ് പാത്വേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ ഈ ത്രോംബിൻ ഫൈബ്രിൻ ഫോർമേഷൻ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് ടൈം നോക്കി വെക്കണം. 15 to 19 സെക്കൻഡ് ആണ് നോർമൽ ടൈം വരുന്നത്. അത് എലിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആവുന്നത്, TT പ്രൊലോങ്ഡ് ആവുന്ന കേസസ് ആണ് നമ്മൾ DICന്റെ കേസിൽ, ഹൈപ്പർ ഫൈബ്രിനോജീനീമിയന്റെ കേസിൽ, സോറി ഹൈപ്പർ അല്ല ഹൈപ്പോ ഫൈബ്രിനോജൻ കുറവാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ TT പ്രൊലോങ്ഡ് ആവുന്നത്. ഇപ്പോൾ ഹൈപ്പോ ഫൈബ്രിനോജീനീമിയന്റെ കേസിലൊക്കെ നമുക്ക് എന്ത് പ്രൊലോങ്ഡ് ആവുന്നുണ്ട്, ഈ TT ത്രോംബിൻ ടൈം പ്രൊലോങ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതും കൂടി നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി നമുക്ക് കൊയാഗുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇഡിയോപ്പതിക് ത്രോംബോസൈറ്റോപെനിക് പർപ്യൂറ എന്ന് പറയും. ഒന്നുമില്ല, നമ്മൾ പ്ലേറ്റ്ലെറ്റിന്റെ നമ്പർ കുറയുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത്. ഈ ത്രോംബോസൈറ്റോപീനിയ പല കാരണം കൊണ്ട് ഉണ്ടാവാം. ചിലത് എന്തായിരിക്കും, ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത പ്ലേറ്റ്ലെറ്റ് ഡിസ്ട്രക്ട് ആയിട്ട് പോവാം, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ പ്രൊഡക്ഷന് എഫക്ട് ചെയ്യാം. അപ്പോൾ ബോൺ മാരോ ഒന്ന് മര്യാദയ്ക്ക് പ്ലേറ്റ്ലെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് എന്ത് വരാം, നമുക്ക് ഈ ഒരു ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പൊ ഇവിടെ ഇഡിയോപ്പതിക് ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറ എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് ആണ്. നമ്മളുടെ പ്ലേറ്റ്ലെറ്റിനെതിരെ ആയിട്ടുള്ള ഒരു ആന്റിബോഡി നമ്മളുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവുക, അതാണ് ഈ ഇഡിയോപ്പതിക് ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറ എന്ന് പറയുന്നത്. നമ്മളുടെ പ്ലേറ്റ്ലെറ്റിനെതിരെയുള്ള ആന്റിബോഡി നമ്മളുടെ ബോഡിയിൽ തന്നെ ഉണ്ടായിട്ട് ആ ഒരു ആന്റിബോഡി വന്നിട്ട് ഈ പ്ലേറ്റ്ലെറ്റിനെ ഡിസ്ട്രക്ട് ചെയ്യും. സോ നമുക്ക് അങ്ങനെ ഉണ്ടാവുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂക്കോസൽ സ്കിന്നിലൊക്കെ ബ്ലീഡിങ്സ് ഉണ്ടാവാം, അതുപോലെ പെറ്റേക്കിയ ഉണ്ടാവാം. ഇതൊക്കെ നമുക്ക് ഇതിന്റെ എന്താണ് മ്യൂക്കോസൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാം. ഇതെല്ലാം ഇതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ്. അപ്പൊ ഇത് എങ്ങനെയാ നമുക്ക് ലാബ് ഫൈൻഡിങ് ആയിട്ട് വരുന്നത്, ഇവിടെ ത്രോംബോസൈറ്റോപീനിയ ആയതുകൊണ്ട് തന്നെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറയും. പക്ഷെ PTക്കോ APTTക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടല്ലോ, കാരണം നമ്മൾ PT എന്ന് പറയുന്ന ഇന്റർകോയാഗുലേഷൻ പാത്വേനെ ഇത് എഫക്ട് ചെയ്യുന്നേ ഇല്ല. സോ ജസ്റ്റ് പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറയും എന്നുള്ളതാണ് ഇതിന്റെ ലാബ് ഡയഗ്നോസിസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എന്നാൽ ബെർണാൾഡ് സോളിയർ സിൻഡ്രം, ഇനി നമ്മൾ പ്ലേറ്റ്ലെറ്റിന്റെ ഫങ്ഷൻസിനെ എഫക്ട് ചെയ്യുന്ന ഡിസീസസ് ആണ്. ഇത് നമ്മൾ ഇഡിയോപ്പതിക് ത്രോംബോസൈറ്റോപെനിക് പർപ്യൂറ എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റിന്റെ നമ്പർ കുറയുന്നതായിരുന്നു. ഇനി നമ്മൾ പ്ലേറ്റ്ലെറ്റിന്റെ ഫങ്ഷൻസിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബെർണാൾഡ് സോളിയർ സിൻഡ്രം എന്ന് പറയുന്നത്. സോ ഇവിടെ എന്തിന്റെ ഡെഫിഷ്യൻസിയാ, നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേറ്റ്ലെറ്റിന് 2 ഗ്ലൈക്കോപ്രോട്ടീൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലൈക്കോപ്രോട്ടീൻ 1B9 അതുപോലെ തന്നെ 2B3 എന്ന് പറഞ്ഞത്. സോ അതിൽ 1B9ന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഈ ബെർണാൾഡ് സോളിയർ സിൻഡ്രം വരുന്നത്. ഏതിന്റെ ഡെഫിഷ്യൻസി, 1B9ന്റെ. ഈ 1B9ലേക്ക് ആരായിരുന്നു വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ ആയിരുന്നു 1B9ലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സോ ഈ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ അറ്റാച്ച് ചെയ്ത പ്ലേറ്റ്ലെറ്റിന്റെ അഡ്ഹഷന് വേണ്ടിയിട്ടായിരുന്നു ഈ ഗ്ലൈക്കോപ്രോട്ടീൻ 1B9 ഹെൽപ്പ് ചെയ്യുന്നത്. സോ പ്ലേറ്റ്ലെറ്റ് അഡ്ഹഷന് ഡിഫക്റ്റീവ് ആവും. സോ ഗ്ലൈക്കോപ്രോട്ടീൻ 1B9
ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് അഡ്ഹഷനെ എഫക്ട് ചെയ്യും. സോ നമ്മൾ ബ്ലീഡിങ് എന്ന് പറയുന്നത് പ്രൊലോങ്ഡ് ആവും. ഒരു ജസ്റ്റ് മൈനർ ട്രോമ ഉണ്ടെങ്കിൽ പോലും എന്താവും, ബ്ലീഡിങ് പ്രൊലോങ്ഡ് ആവും. ലാർജ് പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും ഇതിന് കാണാനുണ്ടാവും. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ബെർണാൾഡ് സോളിയർ സിൻഡ്രത്തിൽ ലാർജ് പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും. ഏതിന്റെ ഡെഫിഷ്യൻസി ആണ്? പ്ലേറ്റ്ലെറ്റ് അഡ്ഹഷനെയാണ് എഫക്ട് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് എന്തായിരിക്കും, ലാർജ് പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും സ്മിയറിൽ ഉണ്ടാവുക. ബ്ലീഡിങ് ടൈം പ്രൊലോങ്ഡ് ആവും. നമ്മൾ BT-CT ബ്ലീഡിങ് ടൈം പ്രൊലോങ്ഡ് ആവും ഏത്, ഈ ബെർണാൾഡ് സോളിയർ സിൻഡ്രത്തിൽ. എന്നാൽ ഗ്ലാൻസ്മാൻസ് ത്രോംബസ്തനിയ എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ ഗ്ലൈക്കോപ്രോട്ടീൻ 2B3 ഡെഫിഷ്യൻസി കാരണമാണ്. ഈ 2B3 നമുക്കറിയാം അവിടേക്ക് ഫൈബ്രിനോജൻ വന്ന് അഡ്ഹർ ചെയ്തിട്ട് അഗ്രിഗേഷന് വേണ്ടിയിട്ടായിരുന്നു ഹെൽപ്പ് ചെയ്യുന്നത്. സോ പ്ലേറ്റ്ലെറ്റിന്റെ അഗ്രിഗേഷൻ ഡിഫക്റ്റീവ് ആവും ഇവിടെ. 2B3 എന്ന് പറയുന്നത് അഗ്രിഗേഷന് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട്, സോ അതില്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ അഗ്രിഗേഷൻ എഫക്ട് ചെയ്യും. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബ്ലീഡിങ് പ്രൊലോങ്ഡ് ആവുകയും ചെയ്യും. നമുക്ക് ഈ മ്യൂക്കോസൽ ബ്ലീഡിങ് പോലെയുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അഗ്രിഗേഷൻസ് എന്താവും, അവിടെ കുറയുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അഗ്രിഗേഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അഗ്രിഗേഷൻസ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വോൺ വില്ലിബ്രാൻഡ് ഡിസീസ്. വോൺ വില്ലിബ്രാൻഡ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മള് വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ ഇല്ലേ, അതിന്റെ അബ്നോർമൽ ആയിട്ടുള്ള വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറോ അല്ലെങ്കിൽ അതിന്റെ ഫാക്ടർ റിഡ്യൂസ് ചെയ്യുക, അതിന്റെ നമ്പർ റിഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ഈ വോൺ വില്ലിബ്രാൻഡ് ഡിസീസ് എന്ന് പറയുന്നത്. നമ്മൾ മ്യൂക്കോക്യൂട്ടീനിയസ് ബ്ലീഡിങ്ങും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബ്ലീഡിങ് ടൈമും ഒക്കെ ഉണ്ടാവും. സോ അവിടെ നമ്മളത് ലാബ് ഡയഗ്നോസിസിൽ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറിന്റെ ലെവല് കുറയും. അതുപോലെ തന്നെ APTT കൂടുന്നുണ്ട്. ഓക്കെ, APTT കൂടുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ കുറയും. APTT എന്ന് പറയുമ്പം അത് ഏത് പാത്വേ ആയിരുന്നു? ഇൻട്രിൻസിക് പാത്വേ അല്ലെ. ഇൻട്രിൻസിക് പാത്വേയും കോമൺ പാത്വേനെയും മെഷർ ചെയ്യാനാണ് നമ്മൾ APTT ചെയ്യാറുള്ളത്. സോ അവിടെ ഈ ഒരു APTT പ്രൊലോങ്ഡ് ആവുന്നുണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് നമ്മൾ സെക്കൻഡറി ഈ ഫാക്ടർ 8 എഫക്ട് ചെയ്യുന്നുണ്ട്. ഫാക്ടർ 8 എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ APTT കാര്യം അവിടെ മെൻഷൻ ചെയ്തത്. ഇനി അടുത്ത ഡിസീസ് ആണ് ഗ്രേ പ്ലേറ്റ്ലെറ്റ് സിൻഡ്രോം എന്ന് പറയും. ഈ ഗ്രേ പ്ലേറ്റ്ലെറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ആൽഫ ഗ്രാനുളുടെ ഡെഫിഷ്യൻസി ആണ്. പ്ലേറ്റ്ലെറ്റിലെ ആൽഫ ഗ്രാനുൾസ് ഉണ്ട്, അതിന്റെ ഡെഫിഷ്യൻസി ആണ്. സോ നമുക്ക് മൈൽഡ് ത്രോംബോസൈറ്റോപീനിയും നമ്മളെ പ്ലേറ്റ്ലെറ്റിൽ ഗ്രേ അപ്പിയറൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ സ്മിയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ലാർജ് ഗ്രേ പ്ലേറ്റ്ലെറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക ഈ ഗ്രേ പ്ലേറ്റ്ലെറ്റ് സിൻഡ്രത്തിൽ. സോ അത് എന്തിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ്? ആൽഫ ഗ്രാനുൾസിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നത്. പിന്നെ അടുത്തതാണ് ചേദിയാക് ഹിഗാഷി സിൻഡ്രോം എന്ന് പറയുന്നത്. സോ അത് മ്യൂട്ടേഷൻ ഓഫ് LYST അല്ലെങ്കിൽ ലിസ്റ്റ് ജീന്റെ മ്യൂട്ടേഷൻ കാരണം വരുന്നതാണ്. അവിടെ നമുക്ക് ലാർജ് ഗ്രാനൂൾസ് ഇൻ ലൂക്കോസൈറ്റ് ആൻഡ് പ്ലേറ്റ്ലെറ്റിലും ലൂക്കോസൈറ്റിലും ഒക്കെ വലിയ വലിയ ഗ്രാനൂൾസ് ഉണ്ടാവും. ബ്ലീഡിങ് ടെൻഡൻസീസ് ഉണ്ടാവും. നമ്മൾ മൈക്രോസ്കോപ്പിൽ വലിയ ജെയിന്റ് ആയിട്ടുള്ള ഗ്രാനൂൾസ് കാണാനുണ്ടാവും. ചേദിയാക് ഹിഗാഷി സിൻഡ്രത്തിൽ ഈ പ്ലേറ്റ്ലെറ്റിന്റെ ഉള്ളിലൊക്കെ വലിയ ഗ്രാനൂൾസ്, പ്ലേറ്റ്ലെറ്റിന്റെ ഉള്ളിൽ മാത്രമല്ല WBCസിന്റെ ഉള്ളിൽ വലിയ ഗ്രാനൂൾസ് കാണാനുണ്ടാവും. LYST ജീന്റെ മ്യൂട്ടേഷൻ കാരണമാണ് വരുന്നത്. ഇനി അടുത്തത് വിസ്കോട്ട് ആൽഡ്രിച്ച് സിൻഡ്രത്തിൽ മ്യൂട്ടേഷൻ ഇൻ വാസ്പ് ജീന്റെ മ്യൂട്ടേഷൻസ് കാരണമാണ് വരുന്നത്. അവിടെ നമ്മൾ എങ്ങനെയാണ്, സ്മോൾ പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അവിടെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറയുകയും ചെയ്യുന്നുണ്ട്, പ്ലേറ്റ്ലെറ്റിന്റെ സൈസും കുറയുന്നുണ്ട്. സോ അങ്ങനെയാണ് ഈ വിസ്കോട്ട് ആൽഡ്രിച്ച് സിൻഡ്രത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ടും കുറയുന്നുണ്ട്, പ്ലേറ്റ്ലെറ്റിന്റെ സൈസും കുറയുന്നുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ കൊയാഗുലേഷൻ ഫാക്ടർ ഡെഫിഷ്യൻ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പ്ലേറ്റ്ലെറ്റിന്റെ നമ്പറും പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻസിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ കൊയാഗുലേഷൻ ഫാക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് പറയാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹീമോഫീലിയ എ. ഹീമോഫീലിയ എ എന്ന് പറയുന്നത് നമ്മൾ ഏതിന്റെ ഡെഫിഷ്യൻസി ആയിരുന്നു? യെസ്, ഫാക്ടർ 8 ഡെഫിഷ്യൻസി ആയിരുന്നു. ഹീമോഫീലിയ എ എന്ന് പറഞ്ഞാൽ ഫാക്ടർ 8 ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ്. നമ്മൾ ഇതിനെ ക്ലാസിക്കൽ ഹീമോഫീലിയ എന്ന് പറയൂ കേട്ടോ. ക്ലാസിക്കൽ ഹീമോഫീലിയ എന്ന് പറയാറുണ്ട്. സോ നമുക്ക് ഡീപ്പ് ആയിട്ടുള്ള ഹീമാർത്രോസിസ് ഉണ്ടാവാം, ടിഷ്യൂ ബ്ലീഡിങ്സും ഡിലേഡ് ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ട്രോമ വന്നു കഴിഞ്ഞാൽ ഡിലേഡ് ആയിട്ടുള്ള ബ്ലീഡിങ്സും കാര്യങ്ങളൊക്കെ വരാം. പക്ഷെ നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ലാബ് ഫൈൻഡിംഗ് എന്ന് പറയുന്നത്
പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമൽ ആയിരിക്കും. കാരണം പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനല്ലല്ല ഇവിടെ എഫക്ട് ചെയ്യുന്നത്, നമ്മളെ ഫാക്ടർ ഡെഫിഷ്യൻസി ആണ്. അപ്പോൾ ഈ ഒരു ഹിമോഫിലിയ അല്ലെങ്കിൽ ഫാക്ടർ 8 എന്ന് പറയുന്നത് ഏത് പാത്വേയിലായിരുന്നു വരുന്നത്? ഇൻട്രിൻസിക് പാത്വേല. സോ ഇൻട്രിൻസിക് പാത്വേനെ നമ്മൾ മെഷർ ചെയ്യുന്ന ടെസ്റ്റ് ഏതായിരുന്നു? APTT ആണ്. സോ APTT കൂടും. ഓക്കെ, പക്ഷെ PT എഫക്ട് ചെയ്യുന്നില്ല. കാരണം എന്താ PT എഫക്ട് ചെയ്യാത്തത്? ഫാക്ടർ PT എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് പാത്വേയിലാണ് വരുന്നത്. സോ PT നോർമൽ ആണ്, പക്ഷെ APTT കൂടുന്നുണ്ട്. പിന്നെ ഫാക്ടർ 8ന്റെ അസേ ചെയ്താൽ അതും കുറയും. ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസി ആണല്ലോ. സോ ഫാക്ടർ 8 കുറയും. ഇവിടെ കൂടുന്നത് ഏതാണ്? APTT ആണ് കൂടുതൽ എന്നുള്ളത് പഠിച്ചു വെക്കുക. കാരണം ഫാക്ടർ 8 ഉള്ളത് ഇൻട്രിൻസിക് പാത്വേയിലാണ്. സോ ഇൻട്രിൻസിക് പാത്വേയിൽ മെഷർ ചെയ്യുന്നത് APTT ആണ്. സോ APTT പ്രൊലോങ്ഡ് കൂടും. നെക്സ്റ്റ് ഹിമോഫിലിയ ബി. ഹിമോഫിലിയ ബി എന്ന് പറയുമ്പോൾ അത് ഫാക്ടർ 9ന്റെ ഡെഫിഷ്യൻസി ആണ്, അല്ലെങ്കിൽ ക്രിസ്മസ് ഡിസീസ് എന്ന് പറയാം കേട്ടോ. ക്രിസ്മസ് ഡിസീസ് എന്ന് പറയാം. സോ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഹിമോഫിലിയ എനെ പോലെ തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് ഡീപ്പ് ജോയിന്റ് ബ്ലീഡിങ് വരുന്നുണ്ട്. ഫാക്ടർ 9 നമുക്ക് നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ്, നോർമൽ ആയിട്ടുള്ള PT ആണ്. കാരണം ഫാക്ടർ 9ഉം വരുന്നത് ഇൻട്രിൻസിക് പാത്വേയിലാണ്. അപ്പൊ APTT ആണ് അവിടെ പ്രൊലോങ്ഡ് ആവുന്നത്. ഫാക്ടർ 9ന്റെ അസേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലെവൽ കുറവായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ലാബ് ഫൈൻഡിങ്. APTT ആണ് കൂടുന്നത് ഹിമോഫിലിയ എയിലും ഹിമോഫിലിയ ബിയിലും. പിന്നെ വോൺ വില്ലിബ്രാൻഡ് ഡിസീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറിന്റെ റെഡ്യൂസ് ചെയ്യലേ അബ്നോർമൽ ആവുകയോ ചെയ്യുന്നതാണ്. അവിടെ വോൺ വില്ലിബ്രാൻഡ് ലെവൽ കുറയും. സോ ലൈക്ക് ഹിമോഫിലിയ എനെ പോലെ തന്നെ APTT എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ബ്ലീഡിംഗ് ടൈമും കൂടുന്നുണ്ട്. കാരണം വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ പ്ലേറ്റ്ലെറ്റിനെ അഡഹർ ചെയ്യാനും അഗ്രിഗേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് ആ ബ്ലീഡിംഗ് ടൈമും കൂടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഹിമോഫിലിയ എ ആയിട്ട് നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? അവിടെ ബ്ലീഡിംഗ് ടൈം എന്താവുന്നുണ്ട്? കൂടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പ്രൊലോങ്ഡ് ആവുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി. വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വൈറ്റമിൻ കെ ഡിപ്പെൻഡഡ് ആയിട്ട് വരുന്ന നമ്മളെ ഫാക്ടേഴ്സ് ഇല്ലേ? വൈറ്റമിൻ 2 കോയാഗുലേഷൻ ഫാക്ടർ 2, 7, 9, 10 ഇത്രയും ഫാക്ടേഴ്സ് എന്ത് ചെയ്യും? ഡെഫിഷ്യന്റ് ആവുക, ഇമ്പയർഡ് ആവുക. ഇതിന്റെ സിന്തസിസിനെ എഫക്ട് ചെയ്യും വൈറ്റമിൻ കെ ഇല്ലെങ്കിൽ. സോ അപ്പോൾ നമുക്ക് ബ്ലീഡിംഗ് ടെൻഡൻസിയും ബ്ലീഡിംഗ് ടൈമും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ PTയും പ്രൊലോങ്ഡ് ആവും. APTT നോർമൽ ആയിരിക്കും, PT പ്രൊലോങ്ഡ് ആവും, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ നോർമൽ ആയിരിക്കും. കാരണം PT പ്രൊലോങ്ഡ് ആവാനുള്ള കാരണം ഈ ഫാക്ടർ നമ്മള് ഫാക്ടർ 7 വരുന്നത് എവിടെയാണ്? എക്സ്ട്രിൻസിക് പാത്വേയിലാണ് അല്ലെ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കോമൺ പാത്വേയിൽ വരുന്ന ഫാക്ടർ 2ഉം അതുപോലെ നമ്മളെ ഫാക്ടർ 10 ഒക്കെ കോമൺ പാത്വേയിലുമാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ PT പ്രൊലോങ്ഡ് ആവുന്നത്, APTT നോർമലും ആവുന്നത്. ലിവർ ഡിസീസ്. സോ നെക്സ്റ്റ് ലിവർ ഡിസീസ്. ലിവർ ഡിസീസിന്റെ കേസിൽ കാരണം അധിക കോയാഗുലേഷൻ ഫാക്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറിലാണ്. അപ്പോൾ ഈ കോയാഗുലേഷൻ ഫാക്ടറിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് PTയും APTT ഒക്കെ പ്രൊലോങ്ഡ് ആവും. പിന്നെ ഈ 2, 7, 9, 10 ഈ ഫാക്ടേഴ്സ് ഒക്കെ കുറയും, INR കൂടും. അതേപോലെ തന്നെ നമ്മൾ ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ, സാധാരണ നമുക്ക് എവിടെയാണോ ഒരു ബ്ലീഡിങ് സംഭവിച്ചത് അവിടെയാണ് നമുക്ക് ഈ ഒരു കോയാഗുലേഷൻ കാസ്കേഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതും ആ ഒരു പ്രോസസ് അവിടെ ആ ഒരു ഏരിയയിലായിരിക്കും നടക്കുന്നത് അല്ലെ. പക്ഷെ നമ്മൾ മൊത്തത്തിൽ സിസ്റ്റമിക് ആക്ടിവേഷൻ ഓഫ് കോയാഗുലേഷൻ കാസ്കേഡ് നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ ഈ ഒരു ആക്ടിവേഷൻ നടന്നിട്ട് വൈഡ് സ്പ്രെഡ് ബോഡി മൊത്തം ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഓർഗൻ ഫെയിലിയർ ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടീഷനാണ് ഈ ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ ഡിസെമിനേറ്റ് ചെയ്യാം, നമ്മുടെ ബോഡി മൊത്തം എന്ത് ചെയ്യാണ്? ഡിസെമിനേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ എന്ന് പറയുന്നത്. സോ അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്താണ്? പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് നന്നായിട്ട് കുറയും. PT, APTT ഒക്കെ പ്രൊലോങ്ഡ് ആവും. കാരണം അവിടെ എന്താണ്? എല്ലാം ഈ PTയും APTT ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഇൻട്രിൻസിക് പാത്വേ എക്സ്ട്രിൻസിക് പാത്വേ ഒക്കെ ആക്ടിവേറ്റ് ചെയ്യും. നമ്മളെ D-ഡൈമർ ടെസ്റ്റ് നമ്മൾക്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഫ്രാഗ്മെന്റഡ് RBCs കാണാനുണ്ടാവും. മൊത്തത്തിൽ നമ്മുടെ ബോഡിയിൽ മൊത്തം കോയാഗുലേഷൻ കാസ്കേഡ് അല്ലെങ്കിൽ ഡിസെമിനേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസെമിനേറ്റഡ് ഇന്റർവാസ്കുലർ കോയാഗുലേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് പറയാനുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോയാഗുലേഷനിൽ തന്നെ കുറെ അധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ PYQൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് അതിൽ കൊടുക്കാം. താങ്ക് യു.